പണ്ട് കാലത്ത് കേരളത്തിലായാലും പുറമെ നാട്ടിലുള്ള ആയാലും ഭൂതപ്രേത ബാധകൾ കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമെന്നാണ് പണ്ട് വിചാരിച്ചിരുന്നത്. അപസ്മാരം വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് താക്കോല് ആണി കൈ പിടിക്കാൻ. അത് വളരെ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ്. അപസ്മാരമുള്ള സ്ത്രീകളിൽ വളരെ റെഗുലറായിട്ട് ആ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം പ്രഗ്നൻസി ടൈമിലും. പക്ഷെ ചില മെഡിസിൻസ് കഴിക്കാൻ പാടില്ല. മറവി രോഗം ശരിക്കും പാരമ്പര്യമായിട്ട് കിട്ടും. ഇപ്പം അച്ഛനും അമ്മക്കൊക്കെ മറവി രോഗം ഉണ്ടെങ്കിൽ അങ്ങനെ കുട്ടികളിലേക്ക് കിട്ടുമോ? നമ്മൾ എത്രയും പെട്ടെന്ന് സ്ട്രോക്കിന് ട്രീറ്റ്മെൻറ്റ് എടുത്താലാണ് നമുക്ക് അത്രയും പെട്ടെന്ന് ആ രോഗീനെ ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. മരുന്ന് നിർത്തുന്നത് ഡോക്ടർ പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ എൻ്റെ അമ്മായി പറഞ്ഞു അല്ലെങ്കിൽ അമ്മാവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല ഒരിക്കലും. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ മറവി രോഗം വളരെ ഒരു ഭീകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് പ്രായക്കാരിലും മറവി ഉണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് മാറുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ മറവി രോഗത്തെ തന്നെ നമ്മളെങ്ങനെ തരംതിരിക്കുക? കേരളത്തിൽ ആക്ച്വലി ഈ മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ വളരെ കോമൺ ആണ്. കാരണം നമ്മുടെ മാഡം പറഞ്ഞ പോലെ നമ്മൾ ലൈഫ് സ്പാൻ നന്നായി കൂടിയിട്ടുണ്ട്, നമ്മുടെ ഹെൽത്ത് കെയർ ബെറ്റർ ആണ്. അപ്പം നാച്ചുറലി ഏജ്ഡ് ആയുള്ള ആൾക്കാരും കൂടുതലാണ്. സാധാരണ ഡെമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം ഏജ് കഴിഞ്ഞ ആൾക്കാരിലേക്കാണ്. നമ്മൾ ഡെഫിനേഷൻ പോവുകയാണെങ്കിൽ മോർ ദാൻ 60 years ആണ് നമ്മൾ പറയപ്പെടുക. ഈ ഡിമെൻഷ്യ എനിക്കും മറവി വരാറ് താങ്കൾക്കും വരുന്നുണ്ടാവാം. പക്ഷെ അത് ഡിമെൻഷ്യയുടെ ഒരു ലക്ഷണമാണെന്ന് ചോദിച്ചാൽ അല്ല. ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മറവി നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിച്ചു തുടങ്ങും. ഉദാഹരണത്തിന് താങ്കളുടെ ആങ്കർ ജോലി ഇപ്പോൾ മറവി കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ ജോലി നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ കെയർഫുൾ ആവണം. അപ്പോഴാണ് നമ്മൾ ഓക്കെ ഡിമെൻഷ്യയിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയപ്പെടുക. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഏജിന്റെ ഒരു അസുഖമായിട്ടാണ് കണക്കാക്കുക. പക്ഷെ വേറെ കുറെ കാരണങ്ങളും കൊണ്ടും മറവി വരാം. ഉദാഹരണത്തിന് ഷുഗർ കുറയുക, സോഡിയം കുറയുക, തലച്ചോറിൽ ഇൻഫെക്ഷൻ വരിക. അതൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കണം നമ്മളിങ്ങനെ മറവികൾ വന്നു തുടങ്ങിയാൽ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. മറവി രോഗം സാധാരണ ഏജ് പോപ്പുലേഷനിൽ തന്നെയാണ് കാണുക. അതുപോലെ തന്നെ സാധാരണയായിട്ട് കുട്ടികളൊക്കെ പഠിച്ചത് മറന്നു പോയിക്കൊണ്ടിരിക്കുക, അതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണോ? മറന്നു പോയിക്കൊണ്ടിരിക്കുക, എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കുന്നില്ല. എല്ലാ ആളുകളും ഒരേപോലെ ഓർമ്മ ഉണ്ടാവുന്നില്ല. കുട്ടികളായാലും എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ചെറിയ ഏറ്റക്കുറച്ചിൽ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. അത് ഈ അസുഖം മാത്രമല്ല, എല്ലാ അസുഖത്തിനും ഓരോരുത്തർ വ്യത്യാസം ഉണ്ടാവും. ഇത് ഒരു കുട്ടിക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാം. എന്തെങ്കിലും അസുഖം കൊണ്ടാണോ ആ കുട്ടിക്ക് ഇത് വരുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു B12 എന്നൊരു വിറ്റാമിൻ ഉണ്ട്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് വളരെയധികം വരാം. ഈ B12 എന്ന് പറഞ്ഞ വിറ്റാമിൻ പച്ചക്കറികളിൽ അധികം, നോൺ വെജിറ്റേറിയൻ ഫുഡ്സിലാണ് അധികമുള്ളത്. അപ്പം കുട്ടിക്ക് ഓർമ്മക്കുറവ് വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കിയാൽ നല്ലതാണ്. പെട്ടെന്ന് അത് ശരിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ രക്തക്കുറവ് വരാം, വയറ്റിനകത്ത് കൃമികൾ വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃമികയ്ക്ക് നമ്മുടെ ശരീരത്തിൽ കയറുന്നില്ല. അപ്പം കൃമികളുടെ ശല്യം ഉണ്ടാകാം. അങ്ങനത്തെ കാര്യങ്ങൾ നല്ലോണം. മറവി രോഗം ശരിക്കും പാരമ്പര്യമായിട്ട് കിട്ടും. ഇപ്പം അച്ഛനും അമ്മക്കൊക്കെ മറവി രോഗം ഉണ്ടെങ്കിൽ അങ്ങനെ കുട്ടികളിലേക്ക് കിട്ടുമോ? വളരെ റയറായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഇപ്പോൾ നോർമലി കേൾക്കുന്നത് ആൽഷൈമേഴ്സ് ഡിസീസ് അങ്ങനത്തെ ആയിരിക്കും ഡിമെൻഷ്യകൾ. അപ്പോൾ റയർലി നമ്മൾ ജീൻസ് എന്ന് പറയും, ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മറവി രോഗം പ്രത്യക്ഷപ്പെടാം. പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ ചോദിച്ച പോലെ സ്ട്രോക്കിനും അതായത് പക്ഷാഘാതത്തിലും റയർലി ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ വളരെ റയറായിട്ടുള്ള അസുഖങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ചിലത് ഈ ഫേബ്രീസ് ഡിസീസ് അങ്ങനത്തെ വളരെ റയറായിട്ടുള്ള അസുഖങ്ങളിൽ ചിലപ്പോൾ സ്ട്രോക്ക് ഫെമിലിയലായിട്ട് കാണാറുണ്ട്. ഇതുപോലെ ഹോമോസിസ്റ്റീൻ ഡെഫിഷ്യൻസി എന്ന് പറയും. അപ്പോൾ സാർ പറഞ്ഞ പോലെ B12 വൈറ്റമിൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു അസുഖമായിട്ടാണ് അത് വരിക. അപ്പോൾ ചിലർക്ക് അതുമൂലം സ്ട്രോക്ക് വരാം. പക്ഷെ ഇതൊക്കെ വളരെ റയറായിരിക്കും. നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മൈൽഡ്, എണ്ണം കുറവായിരിക്കും. സാർ അതുപോലെ തന്നെ ഈ ഓട്ടിസവും ഈ ബ്രെയിനും ന്യൂറോളജിയൊക്കെ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്. എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് അസുഖമാണ്. അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നാണ് പറയുക. ഡിസീസ് അല്ല, ഡിസോർഡർ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തലച്ചോറ് നോർമലായിട്ട് ഇരിക്കും കണ്ടാൽ, പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ പ്രവർത്തനത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവാം, പിന്നെ സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷെ ബാക്കി എല്ലാ രീതിയിലും അവർ ചിലപ്പോൾ കംപ്ലീറ്റ്ലി നോർമലാവും. അപ്പോൾ ചില കുട്ടികൾക്ക് വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എസ്പെഷ്യലി ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്കാണ് അത് കാണാറുള്ളത്. അതേപോലെ ചില ആൾക്കാർക്ക്
ഐ കോണ്ടാക്ട് ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അവർക്ക് ഭയങ്കര ഒബ്സഷൻ ആവുന്ന വെച്ചാൽ കാര്യങ്ങളെല്ലാം നീറ്റായി വെക്കണം. ഒരേപോലെ അവരുടെ റുട്ടീൻ തെറ്റിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അസുഖമല്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ ലക്ഷണങ്ങൾക്ക് ചേർത്തിട്ടാണ് പറയുക. അത് തലച്ചോറിൻ്റെ ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നാ പറയുക. തലച്ചോറിന് ആസ് സച്ച് പ്രോബ്ലം ഇല്ല. പക്ഷേ അതിൻ്റെ പ്രവർത്തനത്തിന് അവർക്ക് ഡിമെൻഷ്യ കൂടുതൽ ഭാവിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു റിലേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. പക്ഷെ അവർക്ക് സ്വഭാവ വ്യത്യാസങ്ങൾ ഭാവിയിൽ വരാൻ പറ്റും. അപ്പോൾ ഓർമ്മക്കുറവായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഡെഫിനറ്റീവ് സയന്റിഫിക് എവിഡൻസ് ആയിട്ടില്ല. പക്ഷെ വേറെ തലച്ചോറിനെ ബാധിക്കണ വേറെ കുറെ അസുഖങ്ങൾ, പിന്നെ ഈ മൂഡ് അസുഖങ്ങൾ, അങ്ങനത്തെ അസുഖങ്ങൾ അവരിലും കുറേ കൂടി കോമൺ ആണ്. ഈ ഓട്ടിസം എങ്ങനെ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓട്ടിസം? ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾക്ക് തോന്നുന്ന കുട്ടിയുടെ ശ്രദ്ധ പോരാ, അല്ലെങ്കിൽ ഐ കോണ്ടാക്ട് പോരാ, സംസാരം കുറവാണ്, അല്ലെങ്കിൽ പ്രീവിയസ്ലി ആക്റ്റീവ് ആയുള്ള ഒരു കുട്ടി പിന്നോട്ട് പോവാന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സംസാരിച്ച വാക്കുകൾ മറന്നു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ ഒരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് ഡയഗ്നോസിസ് എത്തണം. കാരണം ട്രീറ്റ്മെൻറ്റ് മെയിൻലി ഓട്ടിസത്തിന് മരുന്നിനെക്കാട്ടും കൂടുതൽ തെറപ്പിയാണ്. അപ്പോൾ തെറപ്പികളും കൊണ്ടാണ് കുട്ടി ഇമ്പ്രൂവ് ചെയ്യുക. പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ എത്രയും നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോങ് ടേം ഔട്ട്കം ബെറ്റർ ആവും. സ്ട്രോക്കിനെ കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു. അപ്പോൾ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്? പലർക്കും അത് അറിയില്ല, സ്ട്രോക്കിന് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സാറ് നേരത്തെ സൂചിപ്പിച്ചില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് സ്ട്രോക്കിന് ട്രീറ്റ്മെന്റ് എടുത്താലാണ് നമുക്ക് അത്രയും പെട്ടെന്ന് ആ രോഗീനെ ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ആ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ആണ്, അതായത് ആ സ്ട്രോക്ക് ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ 2 തരം സ്ട്രോക്കുകളാണ്, ഇഷ്കീമിക്കും ഹെമറേജിക്കും. അപ്പോൾ ഇഷ്കീമിക് സ്ട്രോക്കിലാണ് നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗോൾഡൻ അവർ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോഴത്തെ പുതിയ നൂതന മെഡിസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രോക്ക് ആണെങ്കിൽ ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ആ ലീക്ക് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പൊ കറക്റ്റ് ടൈമും നമ്മൾ ആദ്യം തന്നെ CTയും MRI എടുത്ത് നോക്കേണ്ടി വരും. എന്താണ് ആ സ്ട്രോക്കിന്റെ സൈസ്, ഇപ്പൊ അതിന്റെ ഉള്ളിൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഷ്കീമിക് അതായത് ഈ രക്തക്കുഴലിൽ അടഞ്ഞു പോയിട്ടുള്ള സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ പിന്നെ അത് എത്രയും പെട്ടെന്ന് ആ രക്തക്കുഴലിൽ തുറക്കാനുള്ള അലിയിക്കുന്ന മരുന്ന്, അതായത് നമ്മൾ ത്രോംബോലൈസിസ് എന്ന് പറയും. അപ്പൊ സാധാരണ ഈ ഒരു ആൾട്ടിപ്ലേസ്, ടെനക്റ്റിപ്ലേസ് എന്ന് പറഞ്ഞ മരുന്നുകളാണ് നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിച്ച് വരാറുള്ളത്. അപ്പോൾ അത് നമ്മൾ സാധാരണ അഡ്മിനിസ്റ്റർ ചെയ്യും. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആൻജിയോഗ്രാം, അതായത് രക്തക്കുഴലുകൾ എന്തോരം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാനുള്ള ടെസ്റ്റും കൂടി നമ്മൾ ചെയ്ത് നോക്കും. അപ്പോൾ ഇപ്പൊ വലിയ രക്തക്കുഴൽ, അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന മെയിൻ രക്തക്കുഴലിലൊക്കെ അടഞ്ഞു പോവുകയാണെങ്കിൽ, പിന്നെ നമ്മൾ ഈ ഹാർട്ടിന്റെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ റിട്രീവർ എന്ന് പറയും, അത് കയറ്റി കൊണ്ടുപോയി അവിടെ സ്റ്റക്ക് ആയിട്ടുള്ള ക്ലോട്ട് വലിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. അപ്പൊ ഇതും നമ്മൾ എത്രയും പെട്ടെന്ന് 4.5 മണിക്കൂറിന്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും തലച്ചോറിനെ അവിടെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും. പിന്നെ ഈ സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇത് വരാണ്ടിരിക്കാൻ നമ്മൾ ആന്റിപ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ, അങ്ങനത്തെ മരുന്നുകൾ. അപ്പോൾ പിന്നീട് അത് ക്ലോട്ടിങ് വരാണ്ടിരിക്കാനും അപ്പോഴത്തെ ക്ലോട്ട് അലിഞ്ഞു പോകാനും വേണ്ടി നമ്മൾ ഈ 2 മരുന്നുകൾ സ്ഥിരമായി കഴിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിൻ, അതായത് നമ്മൾ ഈ അറ്റോർവാസ്റ്റാറ്റിൻ, കൊളസ്ട്രോൾ കുറയാനുള്ള മരുന്നുകൾ. അപ്പൊ ചിലര് ചോദിക്കും, എന്താണ് ഈ സ്ട്രോക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ 10 കഴിച്ചിരുന്നത്, ഇപ്പൊ എന്തിനാണ് 40 mg ആക്കിയത്, അങ്ങനത്തെ ചില സംശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഈ ആ ക്ലോട്ട് ഫോം ചെയ്യാൻ സാധ്യത ഉണ്ടാക്കിയ ആ പ്ലാക്കിനെ അലിയിച്ച് കളയാനാണ് നമ്മൾ ആ സ്ട്രോക്ക് വന്ന അവസരത്തിൽ ഈ കൊളസ്ട്രോളിന്റെ മരുന്ന് കൂട്ടുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടി ഉണ്ട്. അപ്പൊ അത് സാധാരണ ഈ BP പെട്ടെന്ന് റൈസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാവുക. ഇത് കൂടാണ്ട് വളരെ അപൂർവമായിട്ട് നമ്മൾ രക്തക്കുഴലിൽ വരുന്ന കുമിളകൾ ഉണ്ടാവും, അന്യൂറിസം എന്ന് പറയും. അപ്പൊ ഈ അന്യൂറിസം BP കൂടി പൊട്ടുമ്പോഴും ഇത് വരും. അപ്പൊ അക്യൂട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ അന്യൂറിസം അടച്ചു കളയാൻ കോയിലിംഗ് അങ്ങനത്തെ സംവിധാനത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വരും. പക്ഷേ ഹെമറേജിക് ആകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ BP പെട്ടെന്ന് കുറയ്ക്കണം എന്നുള്ളതാണ്. BP കുറയാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ തലച്ചോറിലേക്ക് നീർക്കെട്ട് വരും. അപ്പൊ ആ നീർക്കെട്ട് കുറയാനുള്ള മരുന്നുകൾ കൊടുക്കണം. പിന്നെ വളരെ വലിയ സൈസൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ സർജറിയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇതായിരിക്കും ആ അക്യൂട്ട് ആയിട്ടുള്ള മേജർ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്. സർജറിയിലേക്ക് പോകുന്ന സാഹചര്യം വളരെ കുറവാണോ? കുറവല്ല, അത് എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ ആ ഇമേജിങ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ CT സ്കാൻ MRI ചെയ്യുമ്പോൾ നമുക്ക് ആ സൈസ് അറിയാമല്ലോ. അപ്പൊ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ സ്ട്രോക്കോ ബ്ലീഡ് എന്ന് പറയും,
അപ്പോൾ അത് വളരെ വലിപ്പമുള്ളതാണെങ്കിൽ നമ്മൾ ആ തലച്ചോറിലെ പ്രഷർ കൂടി പെട്ടെന്ന് ആൾ കോമയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ തലച്ചോറിന്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ തലയോട്ടിയുടെ ഒരു ഭാഗം എടുത്ത് മാറ്റി ആ തലച്ചോറ് താഴത്തേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കുറച്ച് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ആ ക്ലോട്ട് ആണെങ്കിൽ ക്ലോട്ട് റിമൂവ് ചെയ്യലും അവർ ആ ന്യൂറോ സർജറി അതിൻ്റെ ഒപ്പം ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ പെട്ടെന്ന് സർജറി ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ ഒരു സ്ട്രോക്ക് വന്ന് മാറിയ ഒരാൾ മരുന്ന് കഴിക്കേണ്ടി വരുമോ? ആക്ച്വലി എനിക്ക് ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യാനുള്ളത്, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മാം പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ICU കെയറും നമ്മൾ പ്രഷറും ഷുഗറും നോക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ ഫിസിയോതെറപ്പി, പിന്നെ എക്സർസൈസ്, ഇതൊക്കെ വളരെ പ്രാധാന്യമാണ് നമ്മുടെ ശക്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. മരുന്ന് ഡെഫിനറ്റ്ലി കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും സ്ട്രോക്ക് വരാനുള്ള വളരെ ഹൈ റിസ്ക് ആണ്. അപ്പം മരുന്ന് നിർത്തുന്നത് ഡോക്ടർ പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ എൻ്റെ അമ്മായി പറഞ്ഞു അല്ലെങ്കിൽ അമ്മാവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല ഒരിക്കലും. അല്ലെങ്കിൽ ഒരു പിന്നെ എന്റെ പ്രശ്നം മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം ചിലപ്പം അത് അപകടമാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരമാണ് നിർത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടർ, ഈ മറവി രോഗത്തിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്? ഈ മറവി രോഗത്തിന് ചികിത്സ എന്ന് പറയുമ്പോൾ, മറവി രോഗം ആ, പല കാരണങ്ങൾ കൊണ്ട് വരുന്ന അറിയാലോ. അതിൽ ആദ്യം തന്നെ ട്രീറ്റബിൾ കോസസ്, അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്ന പലതരത്തിലുള്ള മറവി രോഗങ്ങളുണ്ട്. അത് ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ട് അത് ആദ്യം തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പിന്നീട് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള മറവി രോഗങ്ങൾ, അതിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. അതാണ് അതിൻ്റെ ചികിത്സയുടെ മറവി എന്നുള്ള അസുഖം മാറാനായിട്ട് മറവി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കണ്ടമാനം ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. പണ്ടുമുണ്ട്, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അതുകൂടാതെ വിറ്റാമിനുകളുടെ കുറവുകൾ, പിന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുടെ എളുപ്പം ആക്കൽ, അതായത് ഇപ്പോൾ നോട്ടുകൾ എഴുതി വയ്ക്കുക, ഫോണിൽ അലാം വയ്ക്കുക, ഇപ്പം ഗുളിക തന്നെ മറക്കാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ഉറങ്ങാനുള്ള സമയം, എഴുന്നേൽക്കാനുള്ള സമയം, ഇതൊക്കെ അലാം വയ്ക്കാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മറവി ഉണ്ടെങ്കിലും ചിട്ടയോടെ ചെയ്തു പോകാൻ പറ്റും. അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ട്രീറ്റബിൾ അസുഖങ്ങൾക്ക് ആ അസുഖം മാറാനായിട്ട് ചെയ്യാൻ പറ്റും, മരുന്ന് കൊടുക്കാൻ പറ്റും. പൂർണ്ണമായും നമുക്ക് മറവി തിരിച്ചു കിട്ടുമോ? ഒരളവിന് ശരിയാക്കാൻ പറ്റും. ഈ ട്രീറ്റബിൾ സൂക്കേടുകൾക്ക് നല്ലോണം മാറ്റാൻ പറ്റും. മറ്റത് നമുക്ക് കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് കൂടുതലുള്ള ആളുകൾക്ക് കൂടി അസുഖത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കും. അവരെയും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ ആവശ്യം ഉണ്ട് വളരെയധികം. ബ്രെയിനിൽ വരുന്ന അസുഖങ്ങളിൽ വളരെ നമ്മളെ പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ ഉണ്ടാകുന്നതാണ് അപസ്മാരം. അപസ്മാരം ഉള്ള ഒരാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് പിന്നീട് ഒരിക്കലും പോകാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ അപസ്മാരം വരുന്നത്? അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി വരുന്നത് തലച്ചോറിലത്തെ ബ്രെയിനിൽ നമ്മൾ ന്യൂറോൺസ് എന്ന് പറയും, അതിൽ കൂടെ കറണ്ട് പോണ രീതി, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വരുമ്പോൾ സർക്യൂട്ടിന് തെറ്റ് പറ്റുമ്പോഴാണ് അപസ്മാരം വരിക. അപ്പോൾ അപസ്മാരം ഏത് പ്രായത്ത് വേണമെങ്കിൽ വരാം. ഒരു ചെറിയ കുട്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഗർഭിണിയാവുന്ന സമയത്ത് തൊട്ട് തന്നെ വയറ്റിൻ്റെ ഉള്ളിൽ കുഞ്ഞിന് അപസ്മാരം തുടങ്ങാൻ പറ്റും. പ്രായമുള്ള ആൾക്കാർക്കും വരാൻ പറ്റും. അപസ്മാരം വന്നാൽ ചികിത്സിക്കണം, കാരണം ചികിത്സിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആക്ച്വലി. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപസ്മാരമാണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും വളരെ വളരെ പ്രാധാന്യമാണ്. കാരണം ആ ചികിത്സക്കൂടെ രോഗികൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും, മാത്രമല്ല അവർക്കൊരു നോർമൽ ലൈഫിലേക്ക് വരാനും സാധിക്കും. ഒരു തെറ്റിദ്ധാരണയാണ് അപസ്മാരം വന്ന ജീവിതം കഴിഞ്ഞു എന്നുള്ളത്. അത് ഇൻകറക്റ്റ് ആണ്. നമ്മൾ ട്രീറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് ലൈഫ് ബെറ്റർ ആവും അപസ്മാരത്തിൽ. പിന്നെ അപസ്മാര രോഗികളോട് എല്ലാവരും അടുത്തിടപഴകാൻ കുറച്ച് പേടിക്കാറുണ്ട്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ടെൻഷൻ വരുമ്പം പെട്ടെന്ന് അപസ്മാരം വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പെട്ടെന്ന് ആരും എന്തും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെങ്ങനെയാണ് ടെൻഷൻ വരുമ്പോൾ എങ്ങനെയാണ് അപസ്മാരം വരുന്നത്? അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് കേരളത്തിലായാലും പുറമെ നാട്ടിലുള്ള ആയാലും ആചാരങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഭൂതപ്രേത ബാധകൾ കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമെന്നാണ് പണ്ട് വിചാരിച്ചിരുന്നത്. അതേ കാരണം കൊണ്ടാണ് അപസ്മാരം വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, താക്കോല് ആണി കൈ പിടിക്കാൻ. അത് വളരെ തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരാണ്. അത് എത്രയും വേഗം ഡോക്ടറെ കാണാൻ, അതിനുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് സമയം കളയരുത്, നഷ്ടപ്പെടുത്തരുത്. അതെ, പക്ഷെ അങ്ങനെ ഇരുമ്പ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നോർമൽ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അത് ഇരുമ്പ് കൊടുത്തില്ലെങ്കിലും നോർമലാവും. ആ സമയം വേസ്റ്റ് ആക്കരുത്.
എന്നുവെച്ചാൽ നോർമലി ഇപ്പൊ മാറിപ്പോണ ഫിറ്റ്സ് ആണെങ്കിൽ അത് ആ 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ അവസാനിച്ച് പോകും. ഇപ്പൊ മൈൽഡ് ആണെങ്കിൽ അപ്പൊ നോർമലി നമ്മൾ ആ ഒരു ടൈം കഴിയുമ്പോൾ സാധാരണ ഒരു ശാന്തമായി മാറും. അപ്പൊ നമ്മൾ പ്രത്യേകിച്ചും സാറ് പറഞ്ഞ മാതിരി ആ ഫസ്റ്റ് എയ്ഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ വീട്ടിൽ ഒരാൾക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവർക്ക് അപകടം പറ്റാണ്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് വരുമ്പോ നമ്മള് എല്ലായിടത്തും കാണുന്ന പോലെ ഈ ഒരു ആ മൂവ്മെന്റ് വരുമല്ലോ നമ്മുടെ ആ ഫിറ്റ്സ് വരുന്നതിന്റെ. അപ്പൊ അവർക്ക് ചുറ്റുവട്ടത്തുള്ള സാധനങ്ങളിൽ നിന്ന് അപകടം വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പറ്റാവുന്നിടത്തോളം മാറ്റി കിടത്തുക. അവിടെ ഷാർപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. തല തട്ടാണ്ട് നോക്കണം പ്രത്യേകിച്ച്. പിന്നെ ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തണം. പക്ഷെ ഇത് വരുമ്പോഴാണ് കുറച്ചിങ്ങനെ നമ്മൾ ആ നൊരയും അങ്ങനത്തെ സംഭവങ്ങൾ വരണ കാണാറുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ പെട്ടെന്ന് അവര് ലങ്സിലേക്ക് എടുക്കുമ്പോഴാണ് പിന്നെ അതിൻ്റോടുള്ള പ്രോബ്ലംസ് വരിക. അപ്പൊ അത് ഒഴിവാക്കാനും നമ്മളാ നാവ് പുറകിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തണം. പിന്നെ നാക്കിന്ന് പോകുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെരിച്ച് കിട്ടുന്നത്. അപ്പോൾ ലങ്സിലേക്ക് പോവില്ല. അപ്പൊ അകത്തേക്ക് ലെൻസിലേക്ക് അങ്ങനെ നുരയും പതയും പോകുവാണെങ്കിൽ അത് ഗുരുതര പ്രശ്നമാവും. അപ്പോഴാണ് പെട്ടെന്ന് ഓക്സിജനൊക്കെ കുറഞ്ഞ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവുക. അപ്പൊ അത് ഒഴിവാക്കണം. പിന്നെ കഴിവതും ഇപ്പൊ നമ്മളൊരു 5 മിനിറ്റിന്റെ ഉള്ളിൽ സംഭവം നിന്നിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ അപസ്മാരം വന്ന രോഗികൾക്ക് ഭയങ്കര ശക്തി അനുഭവപ്പെടാറുണ്ട്. 1, 2 പേര് പിടിച്ചാൽ നല്ല ശക്തിയായിട്ട് അവര് വരാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ശരിക്കും പറഞ്ഞാൽ അപസ്മാരം വരുമ്പോൾ പിടിക്കാൻ പാടില്ല രോഗികളെ. അത് തന്നെ മാറിപ്പോകണം. പിടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറി വരാനുള്ള ഹൈ റിസ്ക് ഉണ്ട്. അപ്പോൾ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. അപസ്മാരം തന്നെ വന്ന് പോകാനുള്ള ആ ടൈം കൊടുക്കണം, സ്പേസ് കൊടുക്കണം, അവർ പറഞ്ഞ പോലെ തന്നെ. പിന്നെ മരുന്ന് കഴിക്കണം. ചില രോഗികൾക്ക് ആക്ച്വലി മരുന്ന് കഴിച്ചാലും അസുഖം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ രോഗികളിൽ നമുക്ക് സർജറി വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില അപസ്മാരം പല ടൈപ്പായിട്ടുണ്ട്. ചില അപസ്മാരങ്ങൾ നമുക്ക് സർജറി വെച്ച് മാറ്റിയെടുക്കാനും പറ്റും. പിന്നെ രോഗികൾക്ക് ഭാവിയിൽ അപസ്മാരം വരില്ല. അത് ഒരു ഡോക്ടറിനാണ് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് തരം അപസ്മാരം മരുന്ന് വെച്ച് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, സർജറിയുടെ ആവശ്യം വരുമോ എന്നുള്ള ആ ഒരു തീരുമാനം കറക്റ്റ് അഡ്വൈസ് കിട്ടണമെങ്കിൽ നമ്മളൊരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ടാണ് അത് കിട്ടുള്ളൂ. കാലപ്പഴക്കം ആവുമ്പം അപസ്മാരം ഒരിക്കലും ചികിത്സിച്ച് പറ്റാത്തൊരു സാഹചര്യം വരുമോ? അസുഖം കൂടാം. അത് ആരംഭിക്കുമ്പോൾ അപസ്മാരം ഓരോ പ്രാവശ്യം വരുമ്പോഴും ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ഡാമേജ് കൂടും. അപ്പോൾ അസുഖം വരുത്താണ്ട് നോക്കണം. വരുത്താണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കുറയും. അതെങ്ങനെയാണ് നമ്മള് ചികിത്സിക്കണം. അസുഖം ആദ്യം കാണുമ്പോൾ തന്നെ ചികിത്സിക്കണം. അത് ഒളിച്ചു വെച്ച് അത് മോശമാവും, ആൾക്കാരറിയും എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയും. പലരും എൻ്റെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നാട്ടുകാർ കാണരുത് എന്ന് വെച്ചിട്ട് ഒളിച്ചു വെക്കരുത്. എത്രയും പെട്ടെന്ന് പോയി ചികിത്സിക്കണം. അല്ലെങ്കിൽ പിന്നീട് ഓരോ പ്രാവശ്യം അസുഖം വരുമ്പോഴും ബ്രെയിനിലുള്ള കോശങ്ങൾ കേടുവരുത്താണ്ട് നോക്കണം. അധികവും ഈ പെൺകുട്ടികൾക്കൊക്കെ വരുമ്പോഴാണ് പുറത്തറിയിക്കാണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ അപസ്മാരമാണെന്ന് പറയുമ്പോൾ അതെന്തോ വലിയ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ. അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? പക്ഷെ അത് നമ്മൾ തന്നെ സ്വയം കുറെ മാറ്റേണ്ടി വരും. പ്രോബ്ലം എന്താ വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയിലുള്ള കുറെ തെറ്റിദ്ധാരണകളാണ്. പിന്നെ നമ്മൾ ഓബ്വിയസ്ലി ഒരു രോഗീനെ നമ്മുടെ കുടുംബത്തിലേക്ക് എടുക്കുക അങ്ങനത്തെയും കുറെ ചിന്തകൾ ഉണ്ടാവുമല്ലോ, ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോ അപസ്മാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർമൽ എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്ന പോലെ തന്നെ അത് ചികിത്സിക്കാൻ പറ്റും. പിന്നെ ചില കുട്ടികളിൽ അതൊരു ഏജ് കഴിയുമ്പോൾ മാറിപ്പോവും. അപ്പൊ പലർക്കും പല പോലത്തെ അപസ്മാരങ്ങളായിരിക്കും. ഇപ്പൊ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്താലും മാറിപ്പോവാണ്ട് വരുമ്പോഴൊക്കെയാണ് നമ്മൾ സർജറിയിലേക്ക് അങ്ങനെ കിടക്കേണ്ടി വരിക. അപ്പോൾ നോർമലി കൺട്രോൾ ചെയ്യാവുന്ന ഫിറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്ത് നോർമലായി തന്നെ ജീവിക്കാനും കല്യാണം കഴിക്കാനും എല്ലാം സാധിക്കും. അപ്പൊ നമ്മൾ തന്നെ സൊസൈറ്റിയിൽ കുറച്ച് പതുക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ അപസ്മാരം വന്നവരിപ്പോ ഈ ഗർഭിണിയൊക്കെ ആകുന്ന സമയത്ത് അങ്ങനെ അപസ്മാരം വന്നാൽ അത് കുട്ടിക്കും ഭയങ്കര പ്രശ്നമാവോ? സോ പ്രഗ്നൻസിയിൽ വരുന്ന അപസ്മാരം പല ടൈപ്പ് ആവാം. ഒരെണ്ണം ഒരു അപസ്മാരം ഉള്ള ഒരു സ്ത്രീ, എപ്പിലെപ്സി ഉള്ള ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവാം, എന്നിട്ട് ഫിറ്റ്സ് വരും. അതും അപസ്മാരമില്ലാത്തൊരു സ്ത്രീക്ക് പെട്ടെന്ന് പ്രഷർ കൂടിയിട്ട് ഫിറ്റ്സ് വരിക, രണ്ടും വേറെ വേറെ അസുഖങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും അപസ്മാരം പ്രഗ്നൻസിയിൽ എസ്പെഷ്യലി ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്നാൽ കുട്ടിയെ ബാധിക്കാൻ പറ്റും. നമ്മൾ കെയർഫുൾ ആവണം. അപസ്മാരമുള്ള സ്ത്രീകളിൽ വളരെ റെഗുലർ ആയിട്ട് ആ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം പ്രഗ്നൻസി ടൈമിലും. പക്ഷെ ചില മെഡിസിൻസ് കഴിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് സോഡിയം ആൽപ്രേറ്റ് എന്ന് പറഞ്ഞൊരു ഗുളിക തീരെ കഴിക്കാൻ പാടില്ല പ്രഗ്നൻസി ടൈമിൽ. പിന്നെ സാറെന്ന് പറഞ്ഞ പോലെ ബ്രെയിൻ ഹെൽത്ത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ തന്നെ കുട്ടിക്ക് തുടങ്ങും. അപ്പോൾ ഫോളിക് ആസിഡ് വളരെ ഹൈ ഡോസിൽ കൊടുക്കണം അപസ്മാരമുള്ള സ്ത്രീകളിൽ. പിന്നെ സേഫ് ആയിട്ടുള്ള മരുന്നുകളെ കൊടുക്കാൻ പാടുള്ളൂ. അപസ്മാരം പ്രഗ്നൻസിയും സേഫ് ആയിട്ടുള്ള മരുന്നുകൾ. ഈ അപസ്മാരമില്ലാത്ത സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രഗ്നൻസി ടൈമിൽ അപസ്മാരം വരികയാണെങ്കിൽ അത് ഏറ്റവും കോമൺ കാരണം എക്ലാംസിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്.
അപ്പോൾ അതിൻ്റെ ചികിത്സയായിട്ട് നമ്മൾ ഡെലിവറി എത്രയും പെട്ടെന്ന് തീർക്കുക എന്നാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. പിന്നെ അപസ്മാരത്തിന് സൈഡായിട്ട് ചികിത്സിക്കുക. അങ്ങനത്തെ സ്ത്രീകൾക്ക് ഭാവിയിൽ സാധാരണ ഫിറ്റ്സിൻ്റെ മരുന്ന് പിന്നെ ആവശ്യം വരാറില്ല. പക്ഷെ 2 രീതിയിലും കുട്ടീനെ ബാധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, ബാധിക്കാൻ പറ്റും. ബാധിക്കും അവരെ? സാധ്യതയുണ്ട്, ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സാറ് പറഞ്ഞ ആ ഒരു അസുഖം എന്താണ് ശരിക്കും? ഗർഭിണിയാവുന്ന സമയത്ത് അത് എക്ലാംസിയ, അത് വരാൻ കാരണം പ്രഷർ കൂടുക, തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തിലൊരു വ്യത്യാസം വരിക, അങ്ങനത്തെ ഇതിലാണ് നമ്മൾ പ്രഗ്നന്റ് ആവണ ആ ലാസ്റ്റ് സ്റ്റേജിൽ കാണുന്ന ഒരു എക്ലാംസിയ എന്ന് പറഞ്ഞ അസുഖം കാണുന്നത്. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരാറുണ്ടോ അമലയിലൊക്കെ? ഉം. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്താണ് ശരിക്കും? ഒരുപാട് വിദഗ്ധരാണ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ശരിക്കും രോഗികൾ എന്ത് അസുഖമായിട്ടാണ് ന്യൂറോളജിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത്? തലവേദന ആയിട്ട് വരാറുണ്ട്, കൈകാൽ വേദന ആയിട്ട് വരാറുണ്ട്, തരിപ്പ്, ഒരു കൈ തളർന്നു പോവുക, കൈകാൽ തളർന്നു പോവുക, പിന്നെ കൈ വിറയ്ക്കൽ, വേറെ ഉള്ള രോഗങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തലവേദന, അപസ്മാരം, സ്ട്രോക്ക്, അങ്ങനെ എല്ലാ അസുഖങ്ങളും കാണാറുണ്ട്. മിക്സ് ആയിട്ട് തന്നെയാണ് കാണാറ്. അതുപോലെ തന്നെ നമ്മൾ ഈ രോഗത്തെ അപസ്മാരത്തിന് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, സർജറി. അതെങ്ങനെയാണ് ആ ഒരു സർജറി ചെയ്യുന്നത്? എന്നുവെച്ചാൽ അത് ഇതുമാതിരി തന്നെ നമ്മളിപ്പോൾ ആ ഫിറ്റ്സ് വരാനുള്ള കാരണം എന്താ നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ അത് നോർമലി നമ്മൾ ആ ഒരു EG എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് ചെയ്യുക. അപ്പോൾ EG ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എവിടെ നിന്നാണ് ആ ഫിറ്റ്സ് വരണേന്ന്, അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അതിൽ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അത് കിട്ടി കഴിയുമ്പോൾ പിന്നെ സാധാരണ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുമാതിരി MRI, പിന്നെ പുതിയ നൂതന കാര്യങ്ങളുണ്ട്, സ്പെക്ട്, അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്ത് അത് കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്തു നിന്നാണ് വരണേന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം എടുത്ത് കളയാൻ സാധിക്കും, അല്ലെങ്കിൽ കരിച്ച് കളയാൻ സാധിക്കും. പിന്നെ ചിലത് എങ്ങനെയാ വെച്ചാൽ എന്ത് ചെയ്താലും നമുക്കത് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില സീഷർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെച്ചാൽ അത് നോർമലി എങ്ങനെയാണെങ്കിൽ ബ്രെയിനിന്റെ ഒരു വശത്ത് ഉത്ഭവിച്ച് അത് അപ്പുറത്തെ വശത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വെട്ടി വരുന്ന ഫിറ്റ്സ് കാണാറ്, അല്ലെങ്കിൽ വീഴ്ച. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു വീണ് തലയിടിച്ച് അങ്ങനെ ഇഞ്ചുറി വരും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ആ 2 ബ്രെയിനിന്റെ ഭാഗങ്ങൾ സെപ്പറേറ്റ് ചെയ്യണ പോലത്തെ സർജറീസ് ചെയ്യും, കാലോസോട്ടമി അങ്ങനെ. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്ഥലം കണ്ടെത്താൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളത് ഫോക്കൽ സീഷർ എന്നാണ് പറയാം. അപ്പൊ അത് ചിലതിപ്പോ ജന്മന ബ്രെയിനിൽ ചില വളവുകൾ വ്യത്യാസം, അങ്ങനെ എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ച് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറെ സുഖപ്പെടുത്താൻ കഴിയും. മറ്റ് ചികിത്സകൾ എന്തൊക്കെയാണ് ഇത് മാറാനായിട്ട്? പിന്നെ മരുന്ന് തന്നെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇതുമാതിരി തന്നെ നമ്മൾ ആ EG ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ EG ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് തരം അപസ്മാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിപ്പോ പലതരം ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നോർമലി ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത് ഫെബ്രൈൽ സീഷർ ആയിരിക്കും. എന്താ വെച്ചാൽ കുട്ടികൾക്ക് പനി വരുമ്പോൾ വരുന്ന സീഷർ. അപ്പൊ അതിപ്പോ വല്ലപ്പോഴൊക്കെ വരുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ ശരിക്കും മരുന്ന് ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ടെമ്പറേച്ചർ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു സമയത്തേക്ക് മാത്രം, പനിയുള്ള സമയത്ത് നമ്മളൊരു ക്ലോബസാം എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാം. പിന്നെ വേറെ പലതരം അപസ്മാരങ്ങളുണ്ട്. അത് ചിലത് ഞാൻ പറഞ്ഞ പോലെ ഏജ് ഒരു പ്രായം കഴിയുമ്പോൾ നിന്ന് പോണതുണ്ട്. അപ്പൊ അതും നമ്മൾ കറക്റ്റ് ആയിട്ട് EG മോണിറ്റർ ചെയ്ത് ആ മരുന്ന് കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കും. ഡോക്ടർ, അപ്പോൾ അതുപോലെ തന്നെ വിറയൽ ഭയങ്കരമായിട്ടുള്ള ഒരു രോഗമാണ് ബ്രെയിനിന് സംഭവിക്കുന്നത്. വിറയൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? മറ്റ് ബ്രെയിൻ ഡിസീസസ് എന്താണ്? ആ, ഈ വിറയൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർക്കിൻസൺസ് ഡിസീസ് എന്നുള്ള ഒരു വേറെ വാക്കാണ്. അപ്പൊ അത് ബ്രെയിനിന്റെ ഒരു ഏജിങ് പ്രോസസ്സ് കാരണം ബ്രെയിനിന്റെ ഉള്ളൊരു കെമിക്കൽ കുറയുമ്പോൾ വരുന്ന ഒരു അസുഖമാണ്. അത് മരുന്ന് വെച്ച് ചികിത്സിക്കാൻ പറ്റും. പിന്നെ ചില കേസുകൾ മരുന്ന് വെച്ച് പറ്റിയില്ലെങ്കിൽ നമ്മൾ തലച്ചോറിന്റെ ഉള്ളിൽ ഒരു പേസ് മേക്കർ പോലത്തെ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ ചികിത്സയായിട്ട്. പാർക്കിൻസൺസ് ഡിസീസ് വളരെ കോമൺ ആണ്, അത് ട്രീറ്റബിൾ അസുഖമാണ്. പക്ഷെ അതല്ലാതെ വേറെ കുറെ കാരണങ്ങളുണ്ട് വേറെ വരാൻ. പക്ഷെ അതൊക്കെ കുറെ കൂടി റെയർ ആണ്. അതേപോലെ വേറെ കുറെ ന്യൂറോളജിക്കൽ അസുഖങ്ങളുണ്ട്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം, അത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കാണുക. പിന്നെ അതെന്താണ് ശരിക്കും ആ അസുഖം? മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ നരമ്പിൽ നീർക്കെട്ട് വരിക എന്നാണ് പറയാ. അപ്പം ഏത് ഭാഗം വേണമെങ്കിൽ ബാധിക്കാം. കണ്ണിനെ ബാധിക്കാം, നമ്മുടെ സ്പൈനൽ കോഡിനെ ബാധിക്കാം, തലച്ചോറിനെ ബാധിക്കാം, കയ്യിലത്തെ നരമ്പിനെ ബാധിക്കാം. അത് യങ്ങർ സ്ത്രീകളിലാണ് കൂടുതൽ കാണുക. പക്ഷെ അതും ഭയങ്കര ട്രീറ്റ്മെന്റ് റെസ്പോൺസീവ് ആയുള്ള ഒരു അസുഖമാണ്. പിന്നെ വേറെ കോമൺ അസുഖങ്ങളൊക്കെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ കയ്യിൽ തരിപ്പ് വരിക, പിന്നെ പെട്ടെന്ന് നരമ്പിന് അലർജി വന്നിട്ട് വേറൊരു തരം അസുഖം എന്ന് വെച്ചാൽ ഗുലിയൻ ബാരെ സിൻഡ്രോം അല്ലെങ്കിൽ മയസ്തീനിയ ഗ്രാവിസ്. ഇതൊക്കെയാണ് വേറെ റെയർ അസുഖങ്ങൾ. ഇതൊക്കെ നമ്മൾ എന്താ പറയാ, ഒരു പേടിക്കേണ്ടതുണ്ടോ ഈ മൈനർ ആയിട്ടുള്ള ഞരമ്പിന് ഇതൊന്നും വരുന്ന മൈനർ അസുഖങ്ങളല്ല. ആക്ച്വലി ഇതൊക്കെ മേജർ രീതിയിലാണ് വരിക. ഇത് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ
ആക്ച്വലി മരണം വരെ സംഭവിക്കാം എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം അതിന്. ടെൻഷൻ അടിക്കുമ്പോൾ കൈ വിറക്കുന്നവരില്ലേ, അതൊക്കെ അത് വേറെ തരമാണ്. അതും ശരിയാണ് നിങ്ങൾ പറയുന്നത്. ടെൻഷൻ വരുമ്പോഴും കൈവിറ വരാം. പക്ഷെ അതിന് നമ്മൾ യൂഷ്വലി ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയിട്ടല്ല കാണുക. അത് കുറേം കൂടി ഒരു ബ്രോഡായിട്ട് സൈക്കാട്രിസ്റ്റിനെയും കൗൺസിലറിനെയും ഒക്കെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡോക്ടർ വെരിക്കോസ് വെയിന് ന്യൂറോളജിസ്റ്റിനെയാണ് എല്ലാവരും കാണിക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ? ന്യൂറോളജിസ്റ്റ് ആണോ ചികിത്സിക്കേണ്ടത്? ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിലേക്ക് ഹൃദയത്തിൽ നിന്ന് രക്തം പോകുന്നു, അത് തിരിച്ച് രക്തം ഹൃദയത്തിൽ കയറി വരുന്നു. അത് അങ്ങോട്ട് പോകുന്നതിന് ആർട്ടറി എന്ന് പറയും, തിരിച്ചു വരുന്നതാണ് വെയിൻ എന്ന് പറയാം. ഈ വെയിനിൽ രക്തം ശരിക്ക് തിരിച്ച് കയറി പോകാണ്ട് വരുമ്പോൾ അത് തടിച്ചു നിൽക്കുന്നതാണ്. ഇത് ന്യൂറോളജിസ്റ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ ചികിത്സിക്കുന്നത് ബ്രെയിനിൽ നിന്ന് കാലിലേക്കും കയ്യിലേക്കും കറണ്ടിൻ്റെ കണക്ഷൻ പോകുന്ന നെർവാണ്. നെർവിൻ്റെ അസുഖങ്ങളാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത്, രക്തക്കുഴലിൻ്റെ അസുഖമല്ല. അതായത് വെരിക്കോസ് വെയിൻ ന്യൂറോളജിസ്റ്റായിട്ട് യാതൊരു ബന്ധമില്ല. അതെ, അത് വാസ്കുലർ സർജറി ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണയാണ് സാറേ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഞരമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഭാഷയിൽ കാലിലേക്ക് പോകുന്ന എല്ലാത്തിനെയും ഞരമ്പെന്ന് പറയും. അതുകൊണ്ടാണ് ആ തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് ഫ്രാക്ചറിന് വരെ ഞരമ്പ് എന്ന് പറഞ്ഞു വരാറുണ്ട്. കാലൊടിഞ്ഞിട്ട് ഇവിടെ ഞരമ്പ് തടിച്ചു നിൽക്കുക എന്ന് പറയും. ശരിക്കും നോക്കുമ്പോൾ എല്ലാണ് പൊട്ടി നിൽക്കണുണ്ടാവുക. മലയാളികൾക്കെല്ലാം ഞരമ്പാണ്. ശരിക്കും വെരിക്കോസ് വെയിൻ അപ്പോൾ ആരെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ചികിത്സിക്കുന്നത് വാസ്കുലർ സർജറിയാണ്. അത് രക്തക്കുഴലിന്റെ മാത്രം ചികിത്സ ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടല്ലേ, അപ്പോൾ എല്ലാം മാറണം. കാലക്രമേണ മാറിക്കോളും. മാറിക്കോളും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഈ പറഞ്ഞ ന്യൂറോളജിയെ ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും അവിടെ ലഭ്യമാണോ? യെസ്, ഡെഫിനറ്റ്ലി. നമ്മൾക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്, എക്സ്പെർട്ടീസും ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സും ട്രീറ്റ് ചെയ്യാൻ റെഡിയാണ്. ആൻഡ് ഓൾവേസ് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ എത്രയും വേഗം രോഗികളെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? പെട്ടെന്ന് തന്നെ ആൾക്കാർ വരുന്നുണ്ടോ? Definitely വരുന്നുണ്ട്. ഒരുപാട് വേറെ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നണ ഇപ്പൊ കുറച്ചുകൂടി ഞാൻ മൊബൈൽ ഫോണിന്റെ യുഗവും അങ്ങനെയാവുമ്പോ എല്ലാവരും വെൽ ഇൻഫോംഡ് ആയി മൊബൈൽ തുടങ്ങി. ഫോണിന്റെ അഡ്വാൻറ്റേജ്. ഇപ്പൊ കുറച്ചുകൂടി ആ ഇന്റീരിയർ ഏരിയാസിലൊക്കെ ആയിരിക്കും എത്തിപ്പെടാൻ ഒരു പ്രയാസം അങ്ങനെ. പക്ഷെ ഇപ്പൊ ഹോസ്പിറ്റലുകളുടെ എണ്ണവും കൂടുന്നു അങ്ങനെ. ഇപ്പൊ നമ്മൾ ഒട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒട്ടും സമയം പാഴാക്കാതെ എത്തിക്കണം. അതായിരിക്കും അതിലത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ന്യൂറോളജിയെ ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മളത് നിസ്സാരമായി കാണരുത്. ഡോക്ടേഴ്സിനെ പോയി കാണുക, വേണ്ട വിധത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുക. എന്നാൽ മാത്രം നമുക്ക് ആരോഗ്യപരമായൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു. Department of Neurology, Amala Institute of Medical Sciences, Thrissur.